ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചേട്ടൻ പ്രിയപ്പെട്ട സഹോദരരെ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുള്ള ഈശോയുടെ നിഷ്കർഷയെ ഒരു പൊതുശീർഷകമാക്കിക്കൊണ്ട് കർത്തൃ പ്രാർത്ഥനകളും എടുക്കുന്നതായ തിരുവചന വിചിന്തന പരമ്പരയുടെ 79ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്തൃ പ്രാർത്ഥനയിലെ 7 യാചനകളിൽ 4ാമത്തെ യാചന, ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. അതിനെക്കുറിച്ചുള്ള വിചിന്തനം നമ്മൾ ഏതാണ്ട് പൂർത്തിയാക്കി. അതിൻ്റെ ഒരു ചുരുക്കം ഒന്ന് കണ്ടുകൊണ്ട് നമുക്ക് അടുത്ത യാചനയിലേക്ക് കടക്കാം. നമ്മൾ ഈ 4ാം യാചനയിലെ ആ ഒരു അപേക്ഷയിൽ 4 വാക്കുകൾ ആണ് വിചിന്തന വിഷയമാക്കിയത്. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്നുള്ള യാചനയിൽ ഓർമ്മിക്കുന്നുണ്ടല്ലോ. 1 ആഹാരം എന്നുള്ള വാക്ക്, പിന്നെ 2 ആവശ്യകമായ ആഹാരം, ആവശ്യകമായ എന്നുള്ളത്, പിന്നെ അങ്ങ് നൽകണമേ, ദൈവത്തോടാണല്ലോ പ്രാർത്ഥിക്കുന്നത്. 4 ഇന്ന് തരണമേ. ഈ 4 വാക്കുകളെ കുറിച്ചുള്ള വിചിന്തനം നമ്മൾ എടുത്തപ്പോൾ ഒരു 17 ധ്യാന ചിന്തകൾ നമ്മൾ ഇപ്പോൾ തന്നെ കാണുകയുണ്ടായി. ഒരു 17 ധ്യാന ചിന്തകൾ എന്തൊക്കെയാണ് ഞാൻ പെട്ടെന്ന് ചുരുക്കി പറയുകയാണ്, നമുക്കൊന്ന് മനസ്സിലടുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒന്നാമത്തെ നമ്മൾ ആഹാരത്തെക്കുറിച്ചാണ്. ആഹാരത്തെക്കുറിച്ച് ചിന്തിച്ച 3 ചിന്തകളാണ് നമ്മൾ എടുത്തത്. ആഹാരം എന്നുള്ള ഒരു ആശയം എന്തുകൊണ്ടാണ് ഇവിടെ ഈശോ ഉപയോഗിച്ചിരിക്കുന്നത്? അന്നു വേണ്ട ആഹാരം എന്ന് തരണമേ, വേറെ വാക്ക് ഉപയോഗിക്കാതെ ആഹാരത്തിന് 3 വിധത്തിൽ പ്രസക്തി ഉണ്ടെന്ന് നമ്മൾ കാണുകയുണ്ടായി. ഏതൊരു ജീവിക്കും നിലനിൽക്കാൻ, പ്രവർത്തിക്കാൻ, വളരാൻ ഈ 3 കാര്യങ്ങൾക്ക് ആഹാരം വേണം. ചില എനർജി വേണം, എനർജി കിട്ടണം. നിലനിൽക്കാൻ, അതോ ജസ്റ്റ് ഒരാൾ ഉറങ്ങി കിടക്കും പോലും ശരീരത്തിന് കുറച്ച് ഊർജ്ജം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. 2 എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ പകൽ ചെയ്യണമെങ്കിൽ ഭക്ഷണം കഴിച്ചുള്ള ഊർജ്ജം വേണം. 3 ആ വ്യക്തി ഇനിയും വളർന്ന് കയറി വരേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ 20 വയസ്സായിരിക്കും, 25 വയസ്സായിരിക്കും, ഇനിയും വളരേണ്ട കാര്യങ്ങളുണ്ട്, വളരണം, അതിന് ഊർജ്ജം ആവശ്യമുണ്ട്. അപ്പം ഇങ്ങനെ 3 രീതിയിൽ ഏതൊരു ജീവനുള്ള സസ്യമാകട്ടെ, മൃഗമാകട്ടെ, മനുഷ്യനാകട്ടെ, വ്യക്തിക്ക് ഊർജ്ജം ആവശ്യമുണ്ട്. ഇത് നമ്മുടെ യന്ത്രങ്ങളുടെയൊക്കെ മേഖലയിലും ആ യന്ത്രത്തെ ഒന്ന് വർക്കിംഗ് കണ്ടീഷനിൽ സൂക്ഷിക്കാൻ തന്നെ കുറച്ച് എനർജി ആവശ്യമുണ്ട്. അതിനെ പ്രവർത്തിപ്പിക്കാനായിട്ട് വീണ്ടും എനർജി ആവശ്യമുണ്ട്. ഇതിനെ മെച്ചപ്പെടുത്തി കൊണ്ടുപോകണമെങ്കിൽ അതിനും വീണ്ടും കൂടുതൽ എനർജി ആവശ്യം വരും. അങ്ങനെ 2ാമത്തെ കാര്യം നമ്മൾ ചിന്തിച്ചത് ആവശ്യകമായ ആഹാരം എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? ആവശ്യകം അത് കാണുകയുണ്ടായി. ആവശ്യകമായ ആഹാരം അല്ല നമ്മളിലേക്ക് വരുന്നതെങ്കിൽ അപകടമുണ്ട് അതിനകത്ത്. ഇവിടെ നമ്മൾ ആവശ്യമായ ആഹാരം എന്തൊക്കെയാണ് ചിന്തിച്ചപ്പോൾ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചു. നമുക്ക് 4 തലങ്ങളുണ്ട്. ശാരീരിക തലം, മാനസിക തലം, ആത്മാവിൻ്റെ തലം, പരിശുദ്ധ അരൂപിയുടെ അച്ചാരമായി നൽകപ്പെട്ട അരൂപിയുടെ തലം നമ്മുടെ ഉള്ളിലുണ്ട്. ഇപ്പം 4 തലങ്ങളുണ്ട്. ഇതിൽ ആദ്യത്തെ 2 മനസ്സും ശരീരവും മനസ്സും ഏതാണ്ട് ചേർന്ന് പോകുന്ന ഒന്നായിട്ട് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ആത്മാവും നമുക്ക് അച്ഛൻ നൽകപ്പെട്ടിരിക്കുന്ന അരൂപിയുടെ തലങ്ങൾ. അപ്പോൾ ഈ 4 തലങ്ങളാണ് നമുക്ക് ഒരു വ്യക്തിയുടെ ജീവിതത്തിലുള്ളത്. അപ്പോൾ ഈ 4 തലങ്ങളിലേക്കും ആവശ്യകമായ പോഷകം ഉണ്ടാവണം, ആവശ്യമുണ്ട്. നമ്മൾ കാണുകയുണ്ടായി, പരദീസയിൽ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഈ 4 തലങ്ങളെ അവിടെ കരുതിയിട്ടുണ്ട്. ഭൗതികമായ ശരീരത്തിന് ഭക്ഷണം, ഫലവൃക്ഷങ്ങൾ എല്ലാം അവിടെ വെച്ചു. പിന്നെ കൂട്ടായിട്ട് ഹവ്യ കൊടുത്തു. അങ്ങനെ എല്ലാം വചനം കൊടുത്തു. ആത്മാവിന് തൻ്റെ സാന്നിധ്യം, അരൂപി, ദൈവത്തിൻ്റെ സാന്നിധ്യം, ആത്മാവ് അരൂപിയാണല്ലോ, അരൂപിയെ കൊടുത്തു. അങ്ങനെ ആ 4 തലം കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് നമുക്ക് മുന്നോട്ട് എന്നും ആവശ്യമുള്ളതാണ്. ഈ 4 തലത്തിലുള്ള ആഹാരം, ആവശ്യകമായ ആഹാരം. ഈ 4 തലത്തിൽ എവിടെ ആവശ്യകമല്ലാത്ത ആഹാരം വന്ന് കയറിയാൽ അപകടമുണ്ടാകും. ശരീരത്തിൽ വിഷഭക്ഷണം കയറിയാൽ നമ്മൾ കുഴഞ്ഞു വീഴും, ആള് മരിക്കും. അല്ലെ മനസ്സിലേക്ക് തെറ്റായ വേണ്ടാത്ത ചിന്തകൾ, നെഗറ്റീവ് ചിന്തകൾ കയറി കഴിഞ്ഞാൽ മനസ്സിടിയും. അങ്ങനെ നെഗറ്റിവിറ്റി വശമുണ്ട്. അതുകൊണ്ട് നമുക്ക് വളരാനും നമ്മുടെ ഈ ഭക്ഷണ മേഖലയിൽ ശരീരവും മനസ്സും ആണ് നമ്മൾ സാധാരണ ആദ്യം കണക്കാക്കുന്നതെങ്കിലും ശരീരവും മനസ്സും അല്ല കണക്കാക്കേണ്ടത്, ആത്മാവും അരൂപിയാണ് കണക്കാക്കേണ്ടത്. അത് തലകീഴായി സാത്താൻ മനുഷ്യവർഗത്തെ അധപ്പതിപ്പിച്ചപ്പോഴാണ് ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, തൃപ്തികൾ 1ാം സ്ഥാനത്ത് വന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആത്മാവ്, അരൂപി, ആ മേഖലയ്ക്ക് കരുത്ത് കിട്ടും, ബാക്കിയെല്ലാം ശരിയാകും. ദൈവത്തിൻ്റെ രാജ്യനീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം
കുടിച്ച് തരപ്പെടും. ഭക്ഷണം എന്ത് കഴിക്കും, എന്ത് കുടിക്കും, ധരിക്കുമല്ല, ശരീരത്തിൻ്റെ മേഖല എല്ലാം തരുമെന്ന് പറഞ്ഞില്ല. അപ്പോൾ ആ അരൂപിയുടെ മേഖല നമുക്ക് വേണ്ട ഭക്ഷണങ്ങൾ 3 നമ്മൾ കാണുകയുണ്ടായി. ഒന്ന്, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക. വചനമാകുന്ന അപ്പം, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്നൊരു വാക്ക്, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുമ്പോൾ ഈശോ പറഞ്ഞ് ഭക്ഷണം കിട്ടിക്കഴിഞ്ഞ് നിറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നതായ അനുഭവമാണ് നമുക്ക് ശരിക്കും ആത്മാവിനെ അരൂപിക്കും ഒന്നാമത്തെ ഭക്ഷണം. ഒപ്പം നമുക്ക് ശാരീരികമായിട്ട് കഴിക്കുന്ന അപ്പമായിട്ട് ദിവ്യകാരുണ്യത്തെ നൽകിയിരിക്കുന്നു. അത് നമ്മൾ ഓരോ ദിവസവും വാങ്ങി കഴിക്കാൻ ഈശോ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. ആ ഒരപ്പം ശാരീരിക തലത്തിലാണ് കഴിക്കുന്നതെങ്കിൽ ആത്മീയ തലത്തിലാണ് അതിൻ്റെ കരുത്ത്. ഈ ഭക്ഷിക്കുന്നതിന് ഞാൻ അവരിലും വസിക്കും. അവിടെ നമ്മൾ മൂന്നാമത്തെ ആ ഭക്ഷണത്തിൻ്റെ വശം കാണുകയാണ് ദൈവ സാന്നിധ്യം. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാവണം. ദൈവത്തിൻ്റെ കൂടാരം നമ്മുടെ കൂടെ, അതാണല്ലോ സ്വർഗമെന്ന് പറയുന്നത് പോലും. അപ്പം ആ അനുഭവത്തിൽ നമ്മൾ ഭൂമിയിൽ തന്നെ ആയിരിക്കുമ്പോഴാകുന്നിടത്താണ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിട്ട് മാറുന്നത്. ഈശ്വര കാലത്തിരുന്ന മറിയത്തെ പോലെ നമ്മളൊക്കെ കാര്യം കണ്ടതാണ്. അപ്പം ദൈവവചനമാകുന്ന അപ്പം, ദിവികാരുണ്യമാകുന്ന അപ്പം, ദൈവം തന്നെ ആകുന്ന അപ്പം, ദൈവസാന്നിധ്യമാകുന്ന അപ്പം, ഈ കാര്യങ്ങൾ, ഈ 3 ഭക്ഷണം നമ്മൾ കഴിക്കണം എന്ന് നമ്മൾ കാണുകയുണ്ടായി. ആവശ്യകം, അപകടകരം എന്നുള്ള ആ ഒരു ചിന്ത എടുത്തുകൊണ്ട് നമ്മൾ ധ്യാനിച്ചപ്പോഴും. ഇനി മൂന്നാമത്തെ മേഖല നമ്മൾ കണ്ടത് ആര് തരുന്നു എന്നുള്ളതാണ്. അവിടെ 4 ചിന്തകൾ നമ്മൾ എടുത്തു. ഇപ്പം രണ്ടാമത്തേനകത്ത് ആവശ്യകം, അപകടകരം, അതേപോലെ ചിന്തിച്ചപ്പോൾ 4, 3, 7 ചിന്ത നമ്മൾ കണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത്തേത് ആര് തരുന്നു എന്ന് പറയുമ്പം ദൈവമാണ് തരേണ്ടത്. അങ്ങ് തരണമേ, അങ്ങ് ഞങ്ങൾക്ക് തരണം. പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ദൈവമേ, അങ്ങ് തരണം. ദൈവം എന്തുകൊണ്ട് അങ്ങനെ അങ്ങ് തരണമെന്ന് എടുത്തു പറയാൻ കാരണം എന്താണ് കണ്ടു കഴിഞ്ഞു. ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് കയറി വന്നിട്ട് നമുക്ക് ഭക്ഷണം തരാൻ നോക്കുന്ന വേറെ ആൾക്കാരുണ്ട്, സാത്താൻ കണ്ടു കഴിഞ്ഞു. പിന്നെ ലോകത്തിൻ്റെ വ്യക്തികൾ കണ്ടു കഴിഞ്ഞു. അതുപോലെ നമ്മൾ തന്നെയും നമ്മുടെ ഹൃദയത്തിൻ്റെ തിന്മയിൽ നിന്നും ഒക്കെ ആസക്തികളിൽ നിന്നൊക്കെ പൊങ്ങി വരുന്നതായ ആഗ്രഹങ്ങളും പ്ലാനുകളും വെച്ച് അരുതാത്ത ഭക്ഷണം, നമുക്ക് ഹാനികരമായ ഭക്ഷണം നമുക്ക് കഴിക്കുന്ന അവസ്ഥ ഉണ്ടാക്കുന്ന അപകടമുണ്ട്. ഇത് 3 നമ്മൾ സാത്താൻ്റെത് കട്ടായം ഒഴിവാക്കണം. ലോകത്തിലുള്ള വ്യക്തികൾ വഴി വരുന്ന ജാഗ്രത വേണം. നമ്മൾ നമുക്ക് വേണ്ടി തന്നെ ഒരുക്കുന്ന ഭക്ഷണത്തിൽ നല്ല ജാഗ്രത വേണം. അപ്പോൾ ലോകത്തിലെ ആൾക്കാർ വഴിയും നമ്മളുടെ ചിന്തകൾ വഴിയും ദൈവത്തിൻ്റെ ഭക്ഷണമാണ് നമ്മൾ കിട്ടുന്നത്, കഴിക്കുന്നത് ഉറപ്പാക്കണം. അങ്ങനെയാണ് നമ്മൾ ആ ഒരു മൂന്നാമത്തെ ചിന്ത അങ്ങ് തരണമെന്നുള്ളത് ധ്യാനിച്ചത്. വീണ്ടും 4മത്തേത് നമ്മൾ കണ്ടു, ഇന്ന് തരണമേ, ഇന്നത്തേക്കുള്ളത് അങ്ങ് തരണമേ. 3 ചിന്തയിലൂടെ നമ്മൾ എടുക്കുകയുണ്ടായി. ഒന്ന്, ഇന്ന് എനിക്ക് എന്തൊക്കെയാണ് ആവശ്യമെന്ന് ഏറ്റവും അധികമായിട്ട് അറിയുന്നത് ദൈവമാണ്. ദൈവം അത് കരുതിയിട്ടുമുണ്ട്. അപ്പം ദൈവം ആണിത് അറിയുന്നത്. ദൈവം അത് എനിക്ക് വേണ്ടി മനോഹരമായിട്ട് കരുതിയിട്ടുണ്ട് എന്നുള്ള ഒരു അറിവ് എനിക്ക് വേണം. ഒരു കുഞ്ഞിന് ആവശ്യമുള്ള പോഷകം മുഴുവനും അമ്മയുടെ മടിയിൽ ചെന്ന് കിടന്നാൽ മതി, ആ മുലപ്പാലിലൂടെ അമ്മിഞ്ഞപ്പാലിലൂടെ കിട്ടും എന്ന് കൊച്ചിന് അറിവുണ്ടാവുക എന്ന് പറയുന്ന പോലെയാണ് നമുക്ക് ദൈവത്തിലേക്ക് വരുമ്പം എല്ലാം കൂട്ടിച്ചേർത്തരപ്പെടുന്ന അനുഭവം. ഇനി അത് ആ ഒരു അറിവ് അടിസ്ഥാനപരമായിട്ട് വേണം. ഒന്ന് നമ്മൾ കണ്ടു. രണ്ടാമത്തേത്, ഈ അറിവിലേക്ക് നമ്മൾ അനുഭവിച്ച് കയറി വരുന്നില്ല എങ്കിൽ നമുക്ക് അനാഥത്വം ഉണ്ടാവും, ആകുലതയുണ്ടാകും. കിടത്തന്നയിലെ പിള്ളേരുടെ കൂട്ട്, അതാണ് ഈശോ പറയുന്നത്, വിജാതീയര് ഈ ലോകത്തിൻ്റെ മക്കളാണ് ഇതെല്ലാം തേടി ആകുലപ്പെടുന്നത്. ദൈവത്തെ പിതാവായിട്ട് തിരിച്ചറിയാൻ പറ്റാത്തവർ, അല്ല ദൈവത്തിൻ്റെ മക്കൾ സ്വയം മാറാത്തവർ, അവർ ആകുലപ്പെടും. ആകുലതയ്ക്കും അസ്വസ്ഥയ്ക്കും ഉത്കണ്ഠയ്ക്കും എല്ലാം അവർ അടിപ്പെട്ട് നടക്കുന്നൊരവസ്ഥ വരും. ഇനി ദൈവത്തിൻ്റെ ഈ നന്മ ദൈവം നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നത് അറിഞ്ഞ് അവിടുത്തെ മടിയിലേക്ക് ചെന്ന് കയറി നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത് പുത്ര അനുഭവമാണ്. അമ്മയുടെ മാറത്ത് ചാഞ്ഞിരുന്ന് പാല് കുടിച്ച് വയറ് നിറഞ്ഞ് മയങ്ങുന്ന വാത്സല്യ സംരക്ഷണം എല്ലാം അനുഭവിക്കുന്ന കുഞ്ഞിനെ പോലെയാകും നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം. അങ്ങനെയാണ് നമ്മൾ ആകേണ്ടത്. അതേക്കുറിച്ചാണ് നമ്മളിപ്പം കഴിഞ്ഞ ശേഷം വരെയും കണ്ടുവച്ചത്. 3 മേഖലകൾ ചിന്തിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഈ കരുതൽ നമ്മൾ അറിയണം. അതിലേക്ക് വരാതെ മാറി നിന്നാലുണ്ടാകുന്ന അപകടാവസ്ഥ, ആകുലതാവസ്ഥ, അനാഥത്വം, അതിൽ വരുമ്പോഴുള്ള ആ ഒരു മാധുര്യം, നിറവിൻ്റെ പ്രശാന്തര അനുഭവം. ഈ 2 കാര്യങ്ങൾ അവസാനത്തേതിനകത്ത് ഈ യാചനയുടെ പ്രായോഗിക തലം മുഴുവനും ഉണ്ട്.
നമ്മൾ ഒരു അനാഥത്വം അനുഭവിച്ചുകൊണ്ടാണ് ഭൂമിയിലെ ഞെരുക്കങ്ങളിലൂടെ, അധ്വാനങ്ങളിലൂടെ, ആവശ്യങ്ങളിലൂടെ, നമ്മുടെ ബലഹീനതകളിലൂടെ, അല്ലെങ്കിൽ ഈശോഹന 14 പറയുന്ന ലോകത്തിൽ ഞെരുക്കമുണ്ടാകും, ഞെരുക്കങ്ങളിൽ നമ്മൾ കടന്നു പോകുന്നത് ഒരു അനാഥത്വം അനുഭവിച്ചുകൊണ്ടാണോ? അങ്ങനെയെങ്കിൽ നമ്മൾ ഈ ഹബായെ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഈ 4ാമത്തെ യാതനയുടെ ചൈതന്യം നമ്മൾ ഉൾക്കൊണ്ടിട്ടില്ല എന്നർത്ഥമാണ്. അപ്പം ഇങ്ങനെ അനാഥത്വവും ആകുലതയും പറഞ്ഞു അനുഭവപ്പെടാം, പക്ഷെ അടിപ്പെടരുത്. അനുഭവപ്പെടാം, അടിപ്പെടരുത്. നമ്മളെ വിശദമായിട്ട് കണ്ടതാണ്. അപ്പം അങ്ങനെ ഒരു ആകുലതയുടെയും അനാഥത്തിൻ്റെയും ചിന്തയിലും അനുഭവത്തിലും നമ്മൾ ഞെരുങ്ങുന്നുണ്ടോ നോക്കുക. അതിനെ നമുക്ക് മറികടക്കാൻ പറയും അതിനിലൂടെ എങ്ങോട്ട്? അവിടുത്തെ പുത്രരായിട്ട് സമ്പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്ത് നമ്മൾ കണ്ടതുപോലെ നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായ കാശ്യത്തിൻ്റെ കഷ്ടതയുടെ അപ്പോ ജലവും ഒക്കെയാണ് വരുന്നതെങ്കിൽ പോലും ദൈവത്തെ സ്തുതിച്ചും നന്ദി പറഞ്ഞും കയ്പുള്ള മരുന്ന് വാരി കുഴിച്ചിരുന്ന പപ്പായ മുഖത്ത് നോക്കിക്കൊണ്ട് കയ്പുന്നുണ്ടേരും ഇറക്കുന്ന കൊച്ചിനെ പോലെ, എന്നിട്ട് അമ്മടി ചാഞ്ഞിരിക്കുന്ന കുഞ്ഞിനെ പോലെ നമുക്ക് നീങ്ങാനും ഉള്ള ഒരു പുത്ര അനുഭവത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കുക. അപ്പം ഇങ്ങനെ സഹമുള്ള സഹോദരങ്ങളെ, ഒരു 17 ചിന്തകൾ നമ്മൾ ഈ ഒരു യാചന കാണുകയുണ്ടായി. നമുക്കിത് ഈ പ്രാർത്ഥന ചൊല്ലി പോകുമ്പോഴൊക്കെ ഇത് പരമാവധി മനസ്സിലേക്ക് കൊണ്ടുവരാൻ നോക്കണം, ബോധപൂർവ്വം മനസ്സിലേക്ക് കൊണ്ടുവരണം. ഒരു പക്ഷേ അത് കുറിച്ച് ഒക്കെ വെച്ചിട്ട് അതിടയ്ക്കെടുത്ത് വായിച്ച് ഇടയ്ക്ക് വീണ്ടും വീണ്ടും നമുക്ക് ടോക്കുകൾ കേട്ട് ഈ ഒരു വിചിന്തനത്തിൻ്റെ ആഴങ്ങൾ നമ്മുടെ ഉള്ളിൽ വീണ്ടും പുതുക്കിയെടുത്ത് സജീവമാക്കി വെച്ചിട്ട് അങ്ങനെ പ്രാർത്ഥിച്ച് കയറുമ്പോൾ നമുക്ക് ഈ പ്രാർത്ഥനയുടെ ഈ 4ാമത്തെ യാചന വളരെ മനോഹരമായ അനുഭവമായിട്ട് തീരും. ഇവിടെ ആയിട്ട് നല്ല യേശു നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.